ആലപ്പുഴയിൽ പുന്നപ്രയിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ ഷോക്കടിപ്പിച്ചു കൊന്നതിൽ കിരണിനും മാതാപിതാക്കൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. കിരൺ കൊലപാതകം നടത്തിയെന്നത് ആസൂത്രിതമായാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട പകയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശരത് എസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വല്ലാത്ത ഒരു കൊലപാതകമായി പോയി. അത് ഷോക്കടിപ്പിച്ചു കൊല്ലുക, അതിൻ്റെ കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ അമ്മയുടെ ആൺസുഹൃത്തിനോടുള്ള വിരോധമാണെന്ന് കണ്ടെത്തുക. മാതാപിതാക്കളുടെ പിന്തുണയും ഈ കിരണിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ആ സംഭവത്തിൻ്റെ ദുരൂഹത ഏകദേശം മാറിയോ ശരത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിലിപ്പോൾ ഈ സംഭവത്തിന്റെ കൃത്യമായ ചിത്രം പോലീസിന് ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ കൊലപാതകം നടത്തിയത് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് കിരൺ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത്രത്തോളം പക കിരണിന് ഈ ദിനേശിനുമായി ഉണ്ടായിരുന്നു. അമ്മയുമായുള്ള ബന്ധം തന്നെയാണ് ദിനേശിനോടുള്ള പകയ്ക്ക് പ്രധാന കാരണം. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ സഹകരണ ആശുപത്രിയിലൊക്കെ ചികിത്സ തേടിയിരുന്നെങ്കിലും നിയമ നടപടിയിലേക്ക് കിരൺ കടന്നിരുന്നില്ല. ഈ കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. അങ്ങനെ പലതവണ കിരണും ദിനേശുമായി ഈ അമ്മയുമായുള്ള ബന്ധത്തെ ചൊല്ലി പലതവണ തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊലപാതകം നടത്തിയത് അത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ്. ഇത് കിരൺ ഈ ഇത്തരത്തിൽ കിരണിന്റെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ ദിവസം ദിനേശൻ വീട്ടിലെത്തുമെന്ന് കിരൺ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ രീതിയിലുള്ള ഒരു കെണി ആ വീടിന് പുറകുവശത്ത് ഒരുക്കുകയായിരുന്നു. അത് ഈ ദിനേശൻ വീട്ടിലെത്തി എന്ന് അറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ കിരൺ ആ സമയത്ത് ഈ സ്വിച്ച് ഓണാക്കി. ദിനേശൻ ആദ്യം വൈദ്യുതാഘാതമേറ്റ് താഴെ വീഴുന്നു. പിന്നീട് വീണ്ടും അവിടെ എത്തി കിരൺ ഇത്തരത്തിൽ ഈ കമ്പി വടി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്കടിപ്പിച്ചു. അങ്ങനെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം സമീപത്തെ പാടശേഖരത്തിൽ കൊണ്ടുവച്ചെന്ന് ഉപേക്ഷിക്കുന്നത്. കിരണും കിരണിന്റെ പിതാവ് കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം പാടശേഖരത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ കൃത്യമായ തയ്യാറെടുപ്പ് കിരൺ ഉണ്ടായിരുന്നു. പിന്നീട് കിരണിന്റെ അമ്മയും ഇക്കാര്യം അറിയുകയും ചെയ്തു. പക്ഷേ അവരും ഇത് പോലീസിനോട് പറയാനൊന്നും തന്നെ തയ്യാറായില്ല, മറച്ചുവെക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെയും പോലീസ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയേക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. കിരണിന്റെ തെളിവെടുപ്പ് ഇന്നലെ പൂർത്തീകരിച്ചതാണ്. ഓക്കെ ശരത് എസ്, പലതരം വാർത്തകളാണല്ലേ വരുന്നത്, പലതരം കാരണങ്ങൾ. നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുന്നതെന്നറിയില്ല. കിരണിന് എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാൻ തോന്നിയത്? എന്തുകൊണ്ടാണ് അമ്മയുടെ ആൺസുഹൃത്തുമായി അമ്മയ്ക്കുള്ള ബന്ധത്തെ കിരൺ ചോദ്യം ചെയ്തത്? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ മനുഷ്യരുടെയും കഥ ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് നമുക്കൊരു കെട്ടുകഥയായിരിക്കും എന്ന് മാത്രം.